മതി കിണിച്ചത്. കുറെ നേരം ആയല്ലോ തുടങ്ങിയിട്ട്. അയാൾ ഫേക്കല്ല എന്നുള്ളതിന് വേറെ തെളിവൊന്നും കിട്ടിയില്ലല്ലോ. പിന്നെന്തിനെങ്ങനെ കിണിക്കുന്നേ? പിള്ളച്ചേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയ ചിരിയാണ് ജിത്തു. പിള്ളച്ചേട്ടനോട് സിദ്ധുവിനെ ബെറ്റർ ട്രീറ്റ്മെന്റിനായി എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്നെന്ന കാര്യം പറഞ്ഞപ്പോഴേക്കും ഏജൻസിയിൽ വിളിച്ചു പറഞ്ഞാൽ മതിയെന്നാണ് പിള്ളച്ചേട്ടൻ പറഞ്ഞത്. കൂട്ടത്തിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്നും ഓർമ്മപ്പെടുത്തി. അതിനാണ് പിള്ളച്ചേട്ടൻ പോയപ്പോൾ മുതൽ ജിത്തു ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കിണിച്ചാലേ തൂക്കിയെടുത്ത് തോട്ടിലിടും ഞാൻ. സിദ്ധുവിൻ്റെ ഒറ്റച്ചാട്ടത്തിൽ ചിരി നിർത്തി വായിന് സിബിടുന്ന ആക്ഷൻ കാണിച്ചു ജിത്തു. പിന്നല്ലാതെ ഞാനൊരു പോസിബിലിറ്റി പറഞ്ഞതല്ലേ. അപ്പോൾ അങ്ങനെയാവാനും ആവാതിരിക്കാനും ചാൻസ് ഉണ്ടാവുമല്ലോ. അതിന് ഇത്രയും നിന്ന് കിണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏത് പോലീസുകാരനും ഒരു തെറ്റൊക്കെ പറ്റും. ഇത്രയും പറഞ്ഞിട്ടും മിണ്ടാതെ നിൽക്കുന്ന ജിത്തുവിൻ്റെ നടുവിനൊട്ടൊരിടി വെച്ചു കൊടുത്തു സിദ്ധു. നീ അല്ലടാ പൊന്ന മോനെ പറഞ്ഞത് മിണ്ടാതെന്ന്. എന്നിട്ട് പോ മിണ്ടാതിരിക്കുന്നത് ചവിട്ടുന്നോ? മിണ്ടാതിരിക്കാനല്ല പറഞ്ഞത്, നിന്റെ കിണിയൊന്ന് നിർത്താനാണ്. പിന്നെ അല്ലാതെ സിദ്ധാർത്ഥ IPS വാലുമുറിഞ്ഞ് നിൽക്കുന്നത് കണ്ട ചിരിച്ചു പോകില്ലേ? ആ അത് വിട്. എന്താ നിന്റെ പ്ലാന്? പിള്ളേച്ചേട്ടൻ നമ്മുടെ കൂടെ നിൽക്കട്ടെന്നാണോ? ഉറപ്പിക്കാൻ വരട്ടെ. നെക്സ്റ്റ് വീക്ക് നമ്മൾ പോകും മുൻപേ അതിലൊരു തീരുമാനം ഉണ്ടാക്കാം. ഒന്ന് അന്വേഷിക്കണം, എന്നിട്ട് തീരുമാനിക്കാം. നാളെ നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോകണം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. രാജകുമാരനെ കാണാൻ കയ്യും വീശി പോകാൻ പറ്റില്ലല്ലോ. അവൻ്റെ അച്ഛനും മാമച്ചനുമൊക്കെ ആദ്യമായി കാണാൻ ചെല്ലുകയല്ലേ. അപ്പോൾ അവനെ ഇംപ്രസ് ചെയ്യിപ്പിക്കാനുള്ളതെങ്കിലും നമ്മുടെ കയ്യിൽ വേണ്ടേ? പിന്നെ ഈ വീടിൻ്റെ രാജകുമാരിക്കും വേണ്ടതൊക്കെ വാങ്ങണം എനിക്ക്. സിദ്ധുവിൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടരുന്നത് ജിത്തു നോക്കി നിന്നു. പെട്ടെന്ന് ജിത്തു അവനെ കെട്ടിപ്പിടിച്ചു. സിദ്ധു, എൻ്റെ പെങ്ങൾക്ക് നിന്നെ കൊടുക്കാൻ കഴിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ ശരി. നിന്നേക്കാൾ നന്നായി അവളെ സംരക്ഷിക്കാൻ എനിക്ക് പോലും കഴിയില്ല. ഉറപ്പ്. ജിത്തുവിൻ്റെ കണ്ണു നിറഞ്ഞതറിഞ്ഞവൻ അവനെ ഒന്നുകൂടെ ചേർത്തു പിടിച്ചു. ഓഫീസിലേക്കുള്ള യാത്രയിലാണ് മനുവും കാശിയും. അവരുടെ കാറിന് തൊട്ടു മുൻപിൽ തന്നെ കാർത്തുവും ആദ്യം സ്കൂട്ടിൽ പോകുന്നുണ്ട്. ഇതിലും ഭേദം അവരെ നമുക്ക് നമ്മുടെ വണ്ടിയിൽ കൊണ്ട് പോകായിരുന്നല്ലോ. ഇങ്ങനെ ഫോളോ ചെയ്യേണ്ട വല്ല കാര്യവുമുണ്ടോ? അവരെ കാറിൽ നമ്മുടെ ഒപ്പം കയറ്റാത്തതിന് കാരണമുണ്ട്. പിന്നെ അവരുടെ പുറകെ നമ്മൾ വണ്ടി ഓടിക്കുന്നതിനും ആരെങ്കിലും അവരെ ഫോളോ ചെയ്താൽ നമുക്കതറിയണം. മാത്രമല്ല അവരൊറ്റയ്ക്കല്ല എന്ന് വിശ്വാസം വരാൻ കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പുറകെ അവരറിയാതെ പോകുന്നത്. അവരൊറ്റയ്ക്കല്ലല്ലോ, അതിനവർ രണ്ടാളില്ലേ. എൻ്റെ പൊന്നു മനു, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മണ്ടത്തരം വിളിച്ചു പറയല്ലേ നീ. നേരെ നോക്കി വണ്ടി ഓടിക്ക്. മനു ഒന്ന് ഇളിച്ചു കാണിച്ച് വണ്ടി ഓടിച്ചു. ആരെങ്കിലും ആദിയെയും കാത്തുവിനെയും കാത്തു നിൽക്കുകയോ ഫോളോ ചെയ്യുകയോ ചെയ്യുമോ എന്നറിയാൻ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് കാശിയും മനുവും കൂടി അവരുടെ പുറകിൽ തന്നെ പോയത്. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെയൊന്നും വഴിയിൽ സംഭവിച്ചതേയില്ലായിരുന്നു. മനു അവർക്കൊപ്പം നമുക്ക് കയറേണ്ട, അവരാദ്യം പൊക്കോട്ടെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് പോകാം. ആദിയും കാത്തുവും ഓഫീസ് ഗേറ്റ് കടക്കുന്നത് കണ്ട് മനു കാർ സൈഡിൽ ഒതുക്കി. ആദി, നിന്റെ കല്യാണം കഴിയുമ്പോൾ നമുക്കിനി ഓഫീസിൽ വരാതെ തന്നെ പ്രൊജക്റ്റിൻ്റെ കാര്യമൊക്കെ ശരിയാക്കി തരാൻ നീ കണ്ണേട്ടനോടൊന്ന് റിക്വസ്റ്റ് ചെയ്യുമോ? അതെന്തിനാ? നമുക്ക് സാലറിയൊക്കെ കിട്ടുമല്ലോ. പിന്നെന്താടി? ഓ പിന്നെ നിന്റെ കണ്ണേട്ടൻ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നീ ഇവിടെ ജോലിക്ക് വരുമല്ലോ. നീ പിന്നെ ഈ കമ്പനി മുതലാളിയല്ലേ, പിന്നെന്തിനാടി പൊട്ടി നിനക്ക് ജോലി? ഓ അങ്ങനെ. വിവാഹം കഴിഞ്ഞാലും ഞാൻ അങ്ങനെ വീട്ടിലിരിക്കാനൊന്നും പോകുന്നില്ല. ഇവിടെ വരും, പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കും, ജോലി ചെയ്യും, കിട്ടുന്ന സാലറി വാങ്ങും. അല്ലെങ്കിലും ഈ അറിയുന്നവൻ്റെ കയ്യിൽ ദൈവം വടി തരില്ലല്ലോ. മുകളിലേക്ക് നോക്കി ആത്മകഥം പറയുന്നവളെ നോക്കി ചിരിച്ചുകൊണ്ട് ആദ്യം അവളുടെ കയ്യും പിടിച്ച് അകത്തേക്ക് കയറിയപ്പോഴേ ജാസ്മിൻ അവർക്കടുത്തേക്ക് വന്നു. ദേവ് വരുന്നുണ്ട് താടക. ഈ പെണ്ണിനെ ചിരിക്കാൻ അറിഞ്ഞൂടെ? എൻ്റെ കാത്തു മിണ്ടാതിരിക്ക്. ആ പെണ്ണ് കേൾക്കേണ്ട കേട്ടോ. ഓ പിന്നെ കേട്ടാലിപ്പം നമ്മളെ അങ്ങ് പിടിച്ചു വിഴുങ്ങും. കാത്തുവിൻ്റെ പുച്ഛം കണ്ടപ്പോൾ ആദിക്ക് ചിരിയാണ് വന്നത്. അതടക്കി അവൾ ജാസ്മിനെ നോക്കി ചിരിച്ചു. രണ്ടാളും വലിയ ചിരിയും കളിയുമൊക്കെ ആണല്ലോ. എന്തേ അവിടെ തന്നെ അങ്ങ് നിന്നു കളഞ്ഞത്? അകത്തേക്ക് പോയിരുന്ന വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാൻ നോക്ക്. ഏയ് ഒന്നുമില്ല മാം, ഞങ്ങൾ വെറുതെ. ആദി പറഞ്ഞതും കാത്തു ആദിയെ അടിമൊഴിയൊന്ന് നോക്കി. മാം എന്ന് വിളിച്ചതിൻ്റെ പ്രതിഷേധമാണ് ആ നോട്ടമെന്ന് ആദിക്ക് കറക്റ്റായി മനസ്സിലായിരുന്നു. ആ ഇനി പറഞ്ഞ ടൈം കളയണ്ട, ക്യാബിനിലേക്ക് ചെല്ല്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള ഫയൽ കൊണ്ടുവരാം. അത് വേഗം ചെക്ക് ചെയ്ത് എയർനോട്ട് ചെയ്യണം, കേട്ടല്ലോ? ഓക്കെ മാം. എന്താണ് കാർത്തികയ്ക്ക് ഓക്കെ എന്ന് പറയാനൊരു ബുദ്ധിമുട്ട് പോലെ? ഏയ് ഒന്നുമില്ല. ഓക്കെ മാഡം. ഒന്ന് നീട്ട് മാഡം എന്ന് വിളിച്ചപ്പോൾ ജാസ്മിൻ അവളെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് പോയി. ആദ്യ കാർത്തൂനെ ഒന്ന് നോക്കി പേടിപ്പിച്ച് അവളുടെ കയ്യും പിടിച്ച് മുൻപിലേക്ക് നടന്നു.
ക്യാബിനിലേക്ക് കയറി സീറ്റിലേക്ക് ഇരിക്കുമ്പോഴും ആദിയുടെ കണ്ണറിയാതെ കാശിയുടെ ക്യാബിനിലേക്ക് പോയി. എൻ്റെ പൊന്നാദൂട്ടി, അവിടെ കണ്ണേട്ടനില്ല. പറഞ്ഞുടനെ സ്വന്തം വാപ്പൊത്തി പിടിച്ചു കാർത്തു. ചുറ്റുമൊന്ന് നോക്കി കണ്ണേട്ട എന്ന് വിളിച്ചത് മറ്റാരെങ്കിലും കേട്ടോ എന്ന്. ആദിയാണെങ്കിൽ ചിരി അടക്കാൻ പാടുപെടുന്നുണ്ട്. ഓ, നീ വലിയ ചിരിയും കളിയുമൊന്നും വേണ്ട. ആ പൂതനെങ്ങാനും കണ്ടാ പിന്നെ നിന്റെ കാര്യം തീർന്നു മോളെ. അവൾക്കാണെങ്കിൽ കണ്ണേ അല്ല, കാശി സാറിൻ്റെ മുകളിൽ ഒരു കണ്ണുണ്ട്. ഓ തന്നെ. ഇരുന്ന് ഓളിയിടാതെ പോയിരുന്ന് ജോലി ചെയ്യുവാതി. അത് പറഞ്ഞ് കാർത്തു സീറ്റിൽ നിന്ന് എഴുന്നേറ്റതും ക്യാബിനിലേക്ക് ജാസ്മിൻ കയറി വന്നതും ഒരുമിച്ചായിരുന്നു. ഇതെന്ത് ചന്തയാണെന്ന് കരുതിയോ? ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനാണെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് സംസാരിച്ചാൽ പോരെ? ഇങ്ങനെ ഒരു ക്യാബിൻ കിട്ടിയത് കൊണ്ടല്ലേ നിങ്ങളിങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുന്നത്. പുറത്ത് എൻ്റെ മുൻപിലായിരുന്നെങ്കിൽ നിങ്ങൾക്കിങ്ങനെ കളിച്ചു ചിരിക്കാൻ പറ്റിയില്ലായിരുന്നു. അത് മുൻകൂട്ടി കണ്ടിട്ടാവും രണ്ടും കാശി സാറിനെയും അനുസാറിനെയും സോപ്പിട്ട് നേരത്തെ ക്യാബിൻ വാങ്ങിയതല്ലേ. സാർ ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ, ഇന്നത്തോടെ രണ്ടിൻ്റെയും ക്യാബിനിലിരിപ്പ് ഞാൻ നിർത്തിത്തരാം. ദേഷ്യത്തോടെ പറഞ്ഞ് പുറത്തേക്ക് പോകുന്നവളെ ആദിയും കാർത്തവും അന്തിച്ച് നോക്കി നിന്നു. ആദി, ആരവിടെ പടക്കം പൊട്ടിച്ചേ? ജാസ്മിൻ്റെ സംസാരവും കാർത്തുവിൻ്റെ ചോദ്യവും കൂടി ആയപ്പോൾ ആദി പൊട്ടിച്ചിരിച്ചു പോയിരുന്നു. ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് സിധുവിൻ്റെ മുറിയിലേക്ക് റെഡിയായി വന്നതാണ് ജിത്തു. കണ്ണാടിയുടെ മുൻപിൽ നിന്ന് ബോഡി ഷോ ചെയ്യുന്നവനെ തന്നെ ജിത്തു ചിരിയോടെ നോക്കി നിന്നു. അവൻ്റെ മനസ്സിൽ പഴയ സിദ്ധു മിഴിവോടെ തെളിഞ്ഞു നിന്നു. അതിൻ്റെ പ്രതിഫലനമായി അവൻ്റെ മിഴി നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ജിത്തു, എന്താടാ നീ എന്താ രാവിലെ തന്നെ പട്ടി മോങ്ങുന്നത് പോലെ നിന്ന് മോങ്ങുന്നത്? സിദ്ധുവിൻ്റെ ചോദ്യമാണ് ജിത്തുവിനെ ഓർമ്മയിൽ നിന്ന് ഉണർത്തിയത്. എന്താ കുന്തം, നീ എന്താന്ന് കാലത്ത് തന്നെ പട്ടിയെ പോലെ മോങ്ങുന്നതെന്ന്? മനസ്സിലായോ എന്തിനാ മോങ്ങിയതെന്ന്? ഓ, എന്തോന്നടേ, ഇത്രയും കട്ടിയുള്ള വാക്കൊക്കെ നീ എവിടുന്ന് പഠിച്ചേ? പുതിയതായിരിക്കുമല്ലേ. ഞാൻ കുറച്ച് നാൾ പുറത്തേക്കൊന്നും പോകാഞ്ഞത് കൊണ്ട് ഇതൊന്നും അത്ര പിടിയില്ല. ഓ പിന്നെ ഒരു പുണ്യാളൻ, ഇങ്ങോട്ട് ഇറങ്ങിക്കോടാ, പോകണ്ടേ നമുക്ക്? പിന്നെ അല്ലടി സിദ്ധു, പിള്ളച്ചേട്ടനെ കുറിച്ച് അന്വേഷിക്കണ്ടേ? അതാണോ? അതൊക്കെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ തിരികെ വരുമ്പോഴേക്കും ആ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടാവും. ഓക്കേടാ. ജിത്തുവിൻ്റെ മുഖത്തെ സന്തോഷം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അവന് പിള്ളച്ചേട്ടനോടുള്ള സ്നേഹം. ഡാഡ്, മഹാദേവങ്ങളിനെ പോയി കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് മറന്നോ? ഏയ്, ഡാഡ് എപ്പോഴെങ്കിലും എൻ്റെ പൊന്നുമോളുടെ കാര്യം മറന്നിട്ടുണ്ടോ? ഞാൻ വിളിച്ചിരുന്നു മഹിയെ, പക്ഷേ അവർ അവിടെയില്ലെന്നാണ് പറഞ്ഞത്. 2 ഡേയ്സ് കഴിയും തിരികെ വരാനെന്ന്. ഫോണിലൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. മഹി വരുന്ന അന്ന് നമുക്ക് അവിടേക്ക് പോകാം. അതുപോരെ? മതി ഡാഡ്. അല്ലെങ്കിലും എനിക്കറിയാം ഡാഡ് പറഞ്ഞതുപോലെ ചെയ്യുമെന്ന്. മോൾക്ക് വേണ്ടിയാവുമ്പോൾ എങ്ങനെ ചെയ്യാതിരിക്കും? പിന്നെ മോളോട് ഡാഡിന് ഒരു കാര്യം പറയാനുണ്ട്. മോൾക്കിപ്പോൾ അമ്മയോട് എപ്പോഴും ദേഷ്യമാണല്ലോ. നിമ്മി മോളുടെ അമ്മയാണെന്ന കാര്യം മറന്നു പോകരുത് മോള്. അമ്മയ്ക്ക് അതിൻ്റെതായ റെസ്പെക്റ്റ് കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ഡാഡ് മോളെ കുറ്റപ്പെടുത്തുകയല്ല. മോളോടുള്ളതുപോലെ തന്നെ അവളുടെ സങ്കടവും എനിക്ക് കണ്ടു നിൽക്കാനാവില്ല. അതുകൊണ്ട് ഇനി കുറച്ച് സോഫ്റ്റായി വേണം നിമ്മിയോട് പെരുമാറാൻ, കേട്ടല്ലോ? ദേഷ്യം വന്നെങ്കിലും അത് അടക്കി പിടിച്ചവൾ ചിരിയോടെ അയാളുടെ എഗ്രി ചെയ്ത് അകത്തേക്ക് നടന്നു. ഡാ ജിത്തു, ഇത്രയും കളിപ്പാട്ടത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇതിപ്പോൾ ഒരു മിനി പാർക്ക് തന്നെ ഉണ്ടല്ലോ. തങ്ങളുടെ കാറിനു പിറകെ വരുന്ന പെട്ടിയോട് നോക്കിക്കൊണ്ട് സിദ്ധു അത് ചോദിച്ചത്. ഇത് വളരെ കുറവാണ്. അവിടെ ചെന്നിട്ട് വാവയെയും കൊണ്ട് പോയിട്ട് വേണം കുഞ്ഞാവയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങാൻ. ഇതിപ്പോൾ വാവയുടെ ഇഷ്ടം നോക്കിയല്ലല്ലോ വാങ്ങിയേ. അതിന് ആ പൊടിക്കുപ്പിക്ക് എന്തിഷ്ടമാണെന്ന് പറയാൻ പറ്റുക? നീ ഇത് എവിടുത്തെ തന്തയാടാ? ഒരു സാധനം കാണുമ്പോൾ കുഞ്ഞ് ചിരിക്കുകയോ ചെയ്യില്ലേ? അപ്പം മനസ്സിലാവില്ലേ അവനത് ഇഷ്ടമായെന്ന്? ഓ അങ്ങനെ. ഞാനോർത്തു ഒരു വയസ്സ് തികയാത്ത കുഞ്ഞൻ നിന്നോട് വാതുറന്ന് പറയുമെന്ന്. സോറി മാമോയ്. ഓ വളിച്ച കോമഡി. വാ, ഇതൊന്ന് ഇറക്കി വെക്കാൻ സഹായിക്ക്. അയ്യടാ, മാമച്ചൻ തന്നെ അങ്ങ് ഇറക്കി വെച്ചാൽ മതി കേട്ടോ. ജിത്തുവിനോട് പറഞ്ഞ് വീട്ടിലേക്ക് നടക്കാൻ തിരിഞ്ഞപ്പോഴാണ് അവൻ്റെ ഫോൺ ബെല്ലടിച്ചത്. പൊടാ തെണ്ടി. ജിത്തുവിനെ തിരിഞ്ഞു നോക്കി കണ്ണുരുട്ടി അവൻ ഫോണെടുത്ത് പുറത്തേക്ക് തന്നെ നടന്നു. സർ. ഫയലിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്ന മനു തല ഉയർത്തി ഡോറിനടുത്തേക്ക് നോക്കി. യെസ്. അകത്തേക്ക് കയറി വരുന്ന ജാസ്മിനെ കണ്ടവൻ ഫയലിലേക്ക് തന്നെ മുഖം പൂഴ്ത്തി. അഭിമന്യു സർ, എനിക്കൊരു കാര്യം. യാ പറയ് ജാസ്മിൻ, എന്താണ് കാര്യം? സാധാരണ കാശിയുടെ അടുത്തേക്കാണല്ലോ പോയി പറയാറുള്ളത്. ഇപ്പം ഇതെന്തു പറ്റി? അത് പിന്നെ സർ. തടയേണ്ട, കാര്യം പറയ് ജാസ്മിൻ. സർ, ഇവിടുത്തെ ന്യൂ ട്രെയിനീസിനെ പെട്ടെന്ന് തന്നെ ക്യാബിനിൽ നിന്ന് മാറ്റണം.
അവർ ജോലിയൊന്നും ചെയ്യാതെ ചുമ്മാ ടൈം പാസ് കാര്യങ്ങളാണ് ചെയ്യുന്നത്. എംപ്ലോയീസ് എല്ലാവരും കമ്പനിക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ അവർ മാത്രം ലൂസ് സ്റ്റോക്കിലാണ്. എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കണം സർ. ഓ അങ്ങനെയാണോ? ആക്ഷൻ എത്രയും പെട്ടെന്ന് എടുത്തോളാമല്ലോ. ജാസ്മിൻ പൊക്കോളൂ, ഞാൻ വിളിച്ചോളാം അവരെ. ഓക്കെ, താങ്ക് യു സർ. മനു ഫോണെടുത്ത് കാശിക്ക് ഡയൽ ചെയ്തു. ചിരിയോടെ ജാസ്മിൻ പുറത്തേക്ക് ഇറങ്ങി ആദിയുടെയും കാർത്തുവിൻ്റെയും ക്യാബിനിലേക്ക് നോക്കി ഗൂഢമായി ചിരിച്ചു. നിങ്ങൾ എന്തിനാ ഡാഡിനോട് എന്നെക്കുറിച്ച് ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞത്? കരികരിയാവുന്ന നിർമ്മല ഗീതികയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയെങ്കിലും ഒന്നും മിണ്ടാതെ തൻ്റെ ജോലി തുടർന്നു. എന്തേ, നിങ്ങൾക്ക് ചെവി കേട്ടൂടെ? നിർമ്മലയ്ക്ക് നിങ്ങളെന്ന് വിളിച്ചത് കേട്ട് സങ്കടം തോന്നിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ജോലി ചെയ്തു. അടുത്ത നിമിഷം ചില്ലുടയുന്ന ശബ്ദം കേട്ടവർ തിരിഞ്ഞു നോക്കി. പുറകിൽ ദേഷ്യം വന്നു നിൽക്കുന്ന മകളെ കണ്ടവർക്കുള്ളിൽ ഭയം തോന്നിപ്പോയി. നിലത്ത് ചിതറിക്കിടക്കുന്ന ഗ്ലാസും പാത്രങ്ങളും കണ്ടവർ ഭയത്തോടെ ഗീതുവിനെ നോക്കി. എന്താ മോളെ ഇത്? ആഹാ, അപ്പൊ നിങ്ങൾക്ക് ചെവിയും കേൾക്കാം, സംസാരിക്കാൻ നാക്കും ഉണ്ടല്ലേ. ഞാൻ ഓർത്തു നിങ്ങൾക്ക് ചെവിയും കേൾക്കില്ല നാവും ഇല്ലാന്ന്. ഫിലിം ഇൻഡസ്ട്രിയിൽ ബെസ്റ്റ് ആക്ട്രസ് ഞാനാണെങ്കിലും എന്നേക്കാൾ നന്നായി അഭിനയിക്കുന്നത് നിങ്ങളാണല്ലോ എന്ന് ഇപ്പോൾ ഓർത്തതേ ഉള്ളൂ ഞാൻ. മോളിത് എന്തൊക്കെയാ പറയുന്നത്? വഴക്കിടാൻ വരികയാണെങ്കിൽ കരുതിയാണ് മിണ്ടാതിരുന്നത്. നിങ്ങളുടെ പ്രസംഗമൊന്നും എനിക്ക് കേൾക്കണ്ട. ഇനി മേലാൽ ഞാൻ പറയുന്നതോ ചെയ്യുന്നതോ ആയ എന്തെങ്കിലും കാര്യങ്ങൾ ഡാഡിനോട് പറയാൻ നിന്ന അമ്മയാണെന്ന് ഞാൻ നോക്കിൽ നിന്ന് വരില്ല, ഓർത്തോ. പറയുന്നതിനോടൊപ്പം നെഞ്ചിൽ നിന്ന് കൈകൊണ്ട് തള്ളുക കൂടെ ചെയ്തു ആ മകൾ. ഗീതു, പുറകിലൊരർച്ച കേട്ടവൾ തിരിഞ്ഞു നോക്കി. ആരാടാ സിദ്ധു വിളിച്ചേ? നമുക്ക് പോകുമ്പോഴേ പിള്ളച്ചേട്ടനെ കൂടെ കൊണ്ടുപോകാം. ജിത്തുവിൻ്റെ മുഖം സന്തോഷം നിറയുന്നത് സിദ്ധു നോക്കി. താൻ വയ്യാതെയൊക്കെ അഭിനയിച്ച സമയം ജിത്തുവിനെ താങ്ങായി നിന്നത് പിള്ളച്ചേട്ടനാണെന്ന് സിദ്ധു പുഞ്ചിരിയോടെ ഓർത്തു. നീ എല്ലാം നന്നായി തിരക്കിയോടാ, എല്ലാം ഓക്കെയാണോ? പിള്ളച്ചേട്ടനോടപ്പോൾ കാര്യങ്ങളെല്ലാം പറയണമല്ലേ? അതെ, കാര്യങ്ങളെല്ലാം പറയണം. പക്ഷേ പറയേണ്ടാത്തത് പറയാനും പാടില്ല. അച്ചുവിൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യം ഒരു സർപ്രൈസ് പോലെ അവിടെ ചെന്നിട്ട് അറിഞ്ഞാൽ മതി. പിന്നെ ഇതൊക്കെ ആർക്കാണെന്ന് ഒരു ചോദ്യം വരും. അതെന്തെങ്കിലും പറഞ്ഞ് നീ സമാധാനിപ്പിച്ചാൽ മതി. പുറകിൽ ഡോർ ഓപ്പൺ ചെയ്യുന്ന ശബ്ദം കേട്ടവർ രണ്ടാളും തിരിഞ്ഞു നോക്കി. തങ്ങളെ നോക്കി ചിരിക്കുന്ന പിള്ളച്ചേട്ടനെ കണ്ടവർ രണ്ടാളും നിറപുഞ്ചിരി അദ്ദേഹത്തിന് സമ്മാനിച്ചു. രണ്ടാളും കാലത്ത് എവിടെ പോയതാ? സിദ്ധുമോനിപ്പം എടുക്കനായി. ഇങ്ങനെ കാണാൻ പറ്റണേയെന്ന് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ. ഈ വയസ്സൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടല്ലോ. ഓ പിന്നെ ഒരു വയസ്സൻ ഇപ്പോഴും ഒരു ജീൻസും ഷർട്ടും ഇട്ടുന്ന പ്രായം 30 തികച്ചു പറയില്ല. അയ്യടാ ജിത്തുകുഞ്ഞെ, കളിയാക്കാതെ. ഇതെന്താ കളിപ്പാട്ടങ്ങളൊക്കെ? ഇതൊക്കെ എന്തിനാ? അതോ, നമ്മൾ ഈ അടുത്ത ദിവസം ഒരു സ്ഥലത്തേക്ക് പോകുകയാ. അപ്പം അവിടെ ഒരാളുണ്ട് നമ്മളെയും പ്രതീക്ഷിച്ച്. അയാൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. ഒന്നും മനസ്സിലാവാതെ സിദ്ധുവിനെയും ജിത്തുവിനെയും മാറി മാറി നോക്കുകയാണ് പിള്ളച്ചേട്ടൻ. പിള്ളച്ചേട്ടൻ ഞങ്ങൾ രണ്ടാളെയും സ്വന്തം മക്കളെ പോലെയാണ് കാണുന്നതെന്നല്ലേ പറഞ്ഞത്? അതിൽ മാറ്റം വല്ലതുമുണ്ടോ? അതെ, എന്താ സിദ്ധുമോനെ ഇങ്ങനെ ചോദിക്കുന്നത്? ഏയ്, ഒന്നറിയാൻ അല്ലേടാ ജിത്തു? ആ അതെ, ഒന്നറിഞ്ഞിരിക്കേണ്ടേ, അതാ. ഞങ്ങളെ മക്കളെ പോലെ കാണാൻ ആരെങ്കിലും ഉണ്ടെന്ന് സമാധാനിക്കാലോ. അത് പറഞ്ഞവൻ ചിരിച്ചെങ്കിലും സിദ്ധുവിനറിയാമായിരുന്നു ചിരിക്കു പിന്നിൽ കണ്ണുനീരിൻ്റെ നനവുണ്ടെന്ന്. അങ്ങനെ ഞങ്ങളെ മക്കളെ പോലെ കാണുന്ന ആളാവുമ്പോൾ ഞങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടാവണം. അതല്ലേ അതിൻ്റെ ശരി, അല്ലേ ജിത്തൂസേ? പിന്നല്ലാതെ. അപ്പോൾ ഒരു കാര്യം ചെയ്യ്, ഇപ്പോൾ തന്നെ ആ ഏജൻസിയിൽ വിളിച്ചിട്ട് പറഞ്ഞേക്ക് ഞാൻ 2 മക്കളെ ദത്തെടുത്തു. അവരുടെ കൂടെ കുറച്ച് ദൂരേക്ക് പോകുവാണെന്ന്. ഇനി എന്നെ ജോലിക്ക് വിടാൻ എൻ്റെ മക്കൾക്ക് താല്പര്യമില്ലെന്ന്. പിള്ളച്ചേട്ടൻ്റെ കണ്ണ് നിറഞ്ഞു വന്നു. അയ്യേ, ഇതെന്താ ഞങ്ങളുടെ പിള്ളച്ചേട്ടൻ കരയുകയാണോ? അതെ, 2 മക്കളുള്ളത് 2 പോലീസുകാരാണ്. അപ്പം ഇങ്ങനെ കരഞ്ഞ ഞങ്ങളുടെ വില പോകും കേട്ടോ. അതുകൊണ്ട് നല്ല ഹാപ്പിയായി നിൽക്കണേ. പിന്നെ സംശയങ്ങളൊക്കെ ഒരുപാടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അതിനൊക്കെയുള്ള മറുപടി ഇവിടെ വെച്ചല്ല, മറ്റൊരിടത്ത് വെച്ച് തരാട്ടോ. എന്തായാലും ഒരു കാര്യം ഉറപ്പ് തരാം, ഇനി അങ്ങോട്ട് നമുക്ക് സന്തോഷത്തിൻ്റെ നാളുകളായിരിക്കും, പിള്ളച്ചേട്ടന് പ്രത്യേകിച്ച്. ഒന്നും മനസ്സിലാവാതെ തങ്ങളെ നോക്കുന്ന പിള്ളച്ചേട്ടനെ നോക്കി ചിരിച്ചുകൊണ്ട് സിദ്ധു ഏജൻസിയുടെ നമ്പർ ഡയൽ ചെയ്തു. ഗീതു മോളെ, ഡാഡിന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ ഭാര്യ നിമ്മിയെയും. മോൾ അവളെ വിഷമിപ്പിച്ചാലും അവൾ മോളെ വിഷമിപ്പിച്ചാലും അതെനിക്ക് ടെൻഷൻ തന്നെയാ. മോളോട് ഞാൻ പറഞ്ഞതല്ലേ നിമ്മിയെ വിഷമിപ്പിക്കരുതെന്ന്. എന്നിട്ട് എന്നോടൊക്കെ പറഞ്ഞിട്ടിപ്പോൾ മോൾ അമ്മയോട് ചെയ്തത് എന്താണ്? ശരിയാണെന്ന് തോന്നുന്നുണ്ടോ മോൾക്ക്? യെസ് ഡാഡ്, ഐ ആം ഷുവർ. ഞാൻ ചെയ്തത് ശരിയാണ്.
കാരണം എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ ഞാൻ പിന്നെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? പ്ലീസ് ടെൽ മീ ഡാഡ്. എനിക്കൊട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് എൻ്റെ മോം, അതായത് ഈ കൾച്ചറൽസ് അമ്മ. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ മാത്രമേ ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലീസ് ഡാഡ്, ഇനി ഡാഡ് ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ എൻ്റെ അടുത്തേക്ക് വരണ്ട. ജയറാം മകളുടെ വാക്കുകൾ കേട്ട് ഒന്ന് പകച്ചെങ്കിലും കൂടുതൽ അവളെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചില്ല. വെട്ടിത്തിരിഞ്ഞകത്തേക്ക് കയറി പോകുന്നവളെ ഒരു നിമിഷം നോക്കി നിന്നു നിർമ്മല. ആ അമ്മ മനം ഉരുകുന്നത് നന്നായി മനസ്സിലാവുന്നുണ്ടായിരുന്നു ജയറാമിനെ. നിമ്മി മോളെ, ആ ഒരു വിളി മതിയായിരുന്നു അവർക്കും. ഭർത്താവിൻ്റെ നെഞ്ചിലേക്ക് തൻ്റെ സങ്കടങ്ങളെല്ലാം അണപൊട്ടി ഒഴുകുമ്പോൾ അവരുടെ മനസ്സിൽ തൻ്റെ മകളുടെ മുഖം മാത്രം നിറഞ്ഞു നിന്നിരുന്നു. എന്താ ജയേട്ടാ നമ്മുടെ കുഞ്ഞിങ്ങനെ? അവൾക്കെന്നു മുതലാണ് പെറ്റമ്മ അന്യായത്. ഞാൻ എന്ത് തെറ്റാണ് അവളോട് ചെയ്തത്? നല്ലത് മാത്രം പറഞ്ഞു പഠിപ്പിച്ചതിനായില്ലേ ഞാൻ എൻ്റെ മകളെ? പക്ഷേ എന്നു മുതലാണ് അവൾ എൻ്റെ ശത്രുവായി തുടങ്ങിയത്? നിങ്ങൾ അവിടെ നല്ലതും ചീത്തതുമായ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാൻ തുടങ്ങിയത് മുതൽ അവളെ എനിക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി. ഞാൻ എന്തിനാ ഇനി ജീവിക്കുന്നേ? എനിക്കിനി ജീവിക്കേണ്ട. എൻ്റെ മക്കൾക്ക് എന്നെ വേണ്ടെങ്കിൽ പിന്നെ ഇനി എനിക്ക് ജീവിക്കേണ്ട. കയ്യിൽ നിന്ന് താഴേക്ക് ഊർന്നു വീഴുന്ന തൻ്റെ ജീവനെ ജയറാം കൈകളിൽ കോരിയെടുത്തു. ഇല്ല നിമ്മി, നിന്നെയും എൻ്റെ മോളെയും നഷ്ടപ്പെടാൻ എനിക്കാവില്ല. നിങ്ങളില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ? വാടിയ താമരത്തണ്ട് പോലെ കിടക്കുന്നവളെ ഒന്ന് നോക്കി നെറ്റിയിൽ ഒന്ന് ചുംബിച്ചവൻ കിടക്കയിലേക്ക് കിടത്തി മുഖത്ത് വെള്ളം തുടച്ചയാൾ അവളെ തന്നെ നോക്കി നിന്നു. കണ്ണു ചിമ്മി തുറന്ന് ക്ഷീണത്തോടെ തന്നെ നോക്കുന്നവളെ അലിവോടെ തലോടി. സോറി നിമ്മി, എനിക്ക് നമ്മുടെ മോളെ വിഷമിപ്പിക്കാനാവില്ല. അവളെ എനിക്ക് തന്നത് നീയാണ്. ആ നിന്നെയും എനിക്ക് വിഷമിപ്പിക്കാൻ വയ്യ. അയാൾ കുറച്ച് സമയം അവളുടെ കൈമുറുക്കെ പിടിച്ച് കണ്ണടച്ചിരുന്നു. ശേഷം അവളുടെ ചുണ്ടിലൊന്ന് ചുംബിച്ചു. നിമ്മി, നീ വിഷമിക്കേണ്ട. നമ്മുടെ മോള് സന്തോഷിച്ചിരിക്കുമ്പോൾ അവൾക്ക് നിന്നോട് സ്നേഹം തോന്നും. അവളെ സന്തോഷമാക്കാൻ കഴിയുക കാശിനാഥുമായുള്ള വിവാഹത്തിലൂടെയാണ്. അതെത്രയും വേഗം ഞാൻ നേടിക്കൊടുക്കും. അപ്പോഴേക്കും നിന്നെ അവൾ സ്നേഹിച്ചു തുടങ്ങും. ആരെയും വിഷമിപ്പിച്ചിട്ട് നമുക്കൊന്നും വേണ്ട ഏട്ടാ. ആരൊക്കെ വിഷമിച്ചാലും എനിക്ക് വലുത് നിൻ്റെയും നമ്മുടെ മോളുടെയും സന്തോഷമാണ്. എല്ലാം നേരെയാകും, നേരെയാക്കും ഞാൻ.